ഇത് പ്രോട്ടീൻ്റെ ഇൻടേക്ക്. പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് മെജോറിറ്റി ആളുകളും മാഡം പറഞ്ഞതുപോലെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ അഡ്വൈസോട് കൂടി അല്ലാതോ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് ഇതിനകത്തുണ്ടോ എന്ന് നല്ല സംശയം തോന്നുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയുന്നത് എന്താ പറയുന്നത് ചോദിച്ചാൽ, ഒന്ന്, ഒരു ബോഡി ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് അവർക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നൊരു സംഭവമുണ്ട്. അങ്ങനെ വേണ്ടി അതിന് പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതിനകത്ത് ഒന്നാണ് ഡയൂറിറ്റിക് യൂസ്. ഡയൂറിറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് മൂത്രം ധാരാളം പോകുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ശരീരത്തിലെ വെള്ളമെല്ലാം നഷ്ടപ്പെടുകയും അവർ ബോഡി വളരെ സ്ട്രോങ് ആയി നമുക്ക് തോന്നുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൈ പ്രോട്ടീൻ കഴിക്കുകയൂടെ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ കുത്തുന്ന ഡോക്ടർ ഡോക്ടർ കണ്ടോ? പറഞ്ഞേ, ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചെയ്താലോ? യൂറോപ്യൻ ഹാർട്ട് ജേണൽ 2025 വന്ന പഠനമാണ് മോർട്ടാലിറ്റി ഇൻ മെയിൽ ബോഡി ബിൽഡിംഗ് അത്ലറ്റ്സ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏകദേശം 20,000-ഓളം അത്ലറ്റ്സിനെ 8 വർഷത്തോളം പഠിച്ചതിന് ശേഷം അതിനകത്ത് കണ്ടെടുത്തിയ പെട്ടെന്നുള്ള മരണങ്ങളുടെ കാര്യം വരുന്നത്. അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഡയൂറിറ്റിക്സ് യൂസും ഹൈ പ്രോട്ടീൻ വേ പ്രോട്ടീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊക്കെ ടോട്ടലി അൺറെഗുലേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ട് ആളുകളല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് അഡ്വൈസ് എടുത്തുകൊണ്ട് പോവുക. പ്രശ്നം ഇവിടെ ഇത് ടോട്ടലി അൺറെഗുലേറ്റഡ് ആണോ എന്ന് സംശയം, അൺറെഗുലേറ്റഡ് ഞാൻ പറയുന്നില്ല, അൺറെഗുലേറ്റഡ് ആകണോ എന്ന് സംശയം തോന്നുന്നൊരു മേഖലയാകുമ്പോഴത്തേക്കാണ് ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ കാണുന്നത്. ധാരാളം ആളുകൾക്ക് ഈ പറയുന്ന പോലെ കിഡ്നി രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് ഇവിടെ പറയുകയും ചെയ്തുകൊണ്ട്, ഇന്ന പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് ഈ പഠന റിപ്പോർട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് ഇൻ കോമ്പിനേഷൻ വിത്ത് vigorous training and aesthetically motivated weight loss, dehydration frequently via diuretic use can place a significant strain on kidneys. പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതായത് നമ്മൾ പ്രോട്ടീൻ, ഒരു ബോഡി ബിൽഡറിന് പ്രോട്ടീൻ കഴിക്കുമ്പോൾ നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയാന്നുള്ളത്. പൊതുവെ ആൾക്കാർ പ്രോട്ടീനെ പറ്റി നല്ലതാണോ അല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സ്കൂപ്പ് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 23 ഗ്രാം ഉണ്ട്, അതിൽ 25 ഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഇത് നല്ലതാണ് എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, വിച്ച് ഇസ് റോങ്. ആക്ച്വലി നോക്കേണ്ടത് ആ പ്രോട്ടീൻ പൗഡറിലുള്ള ഹെവി മെറ്റൽസ് ഉണ്ടോ, അതിലെന്തെങ്കിലും ഫംഗൽ കണ്ടാമിനൻസ് ഉണ്ടോ, അതിലെ ബയോ അവൈലബിലിറ്റി, അതായത് ഈ പ്രോട്ടീനിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബയോ അവൈലബിലിറ്റി, നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അത് എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ അളവ്, ഇതെല്ലാമാണ് അറിയേണ്ടത്. അപ്പോൾ റീസെന്റ് ഐ തിങ്ക് ഇയർ ഓർ 2 ബാക്ക് നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഹെപ്പറ്റോളജിസ്റ്റ് ഹാസ് ഡൺ എ സ്റ്റഡി. ഈ വേ പ്രോട്ടീൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഒരു സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ വുഡ് ബി നോയിങ് ദാറ്റ്, അതിനെപ്പറ്റി നോക്കിയിട്ട് ആ പ്രോട്ടീൻസിനെ ഇത് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, ഞാനൊരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്, ഞാനൊരു മെഡിക്കൽ ഫിറ്റ്നസ് അപ്രോച്ചിൽ ലൈഫ് സ്റ്റൈലിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാങ്കറ്റ് അപ്രോച്ച്, എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നത് അവിടെ തെറ്റാണ്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഗ്യാസ് സ്പെക്ട്രോമെട്രി പോലെയുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് ആ പ്രോട്ടീൻ്റെ കോണ്ടന്റ് എന്താണ്, ഹെവി മെറ്റൽസ് ഉണ്ടെന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മളിവിടെ സംസാരിക്കുന്നത് ഫിറ്റ്നസിനെ പറ്റിയാണ്. ബട്ട് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്, ഫിറ്റ്നസും ഹെൽത്തും രണ്ടും എക്സാക്ട്ലി സെയിം അല്ല. ഐ ക്യാൻ ഹാവ് എ പേഴ്സൺ ഹൂ ഇസ് ഫിറ്റ് ആൻഡ് അൺഹെൽതി. തിരിച്ചും ഐ ക്യാൻ ഹാവ് എ പേഴ്സൺ ഹൂ ഇസ് ഹെൽതി ആൻഡ് അൺഫിറ്റ്. ഹെൽത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാ ബ്ലഡ് റിപ്പോർട്ട്സും ചെയ്തു, എല്ലാം നോർമലാണ്, 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പറ്റിക്കോണമെന്നില്ല. ഹി ഈസ് ഹെൽത്തി ബട്ട് അൺഫിറ്റ്. തിരിച്ചു ആവാം. എ പേഴ്സൺ ഹൂസ് ഫിറ്റ്, 6 പാക്ക് ആപ്സ് ഉണ്ട്, ഒരു 150 കിലോ ഡെഡ് ലിഫ്റ്റ് എടുക്കും, ഒരു 100-200 കിലോ സ്ക്വാട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ അയാളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈപ്പർടെൻസീവ് അസിസ്റ്റോളി, ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ആയിരിക്കാം. അപ്പോൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആർ നോട്ട് ദ സെയിം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.